സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, ബഹുമാന്യ കർത്തൃദാസന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം അറിയിക്കുന്നു. എന്നാൽ ഈ കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കാൻ ദൈവം എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയും ഇങ്ങനെ ഒരു അവസരം അവിടെ നിന്ന് അനുവദിച്ചതോർത്ത് നിങ്ങളെക്കാൾ എല്ലാം വളരെ ദൈവത്തെ സ്തുതിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആദ്യം ഞാൻ 2 വാക്ക് സാക്ഷി പറഞ്ഞാൽ ഈ തരുണത്തിൽ അത് അറിയപ്പറ്റാകുകയില്ല എന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞ വർഷക്കാലം മാർച്ച് മാസം മുതൽ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഡോക്ടർമാരും ജീവിച്ചിരിപ്പാൻ യാതൊരു സാധ്യതയും സൗഖ്യവും ചികിത്സ കൊണ്ട് വരുത്താൻ കഴിയുകയില്ലെന്ന് വിധി എഴുതിയതായിരുന്നു. പക്ഷേ അധികം പേര് അറിഞ്ഞു കാണില്ല. അറിഞ്ഞവരൊക്കെ പലരും വീട്ടിൽ വന്ന് വലിയാറ്റിയെ ചെറിയച്ചായന് ആഴ്ചയിൽ ഒരിക്കലും വിളിക്കും. ഇടയ്ക്ക് വീട്ടിൽ വന്ന് പാസ്റ്റർ കെ.സി. തോമസ് തുടങ്ങിയ പല കർത്തൃദാസന്മാരും എൻ്റെ അപ്രയാസത്തിൻ്റെ വേളയിൽ വന്ന് കണ്ട് പ്രാർത്ഥിച്ച ആയിരങ്ങളുണ്ട്. ദേശത്തിൻ്റെ നാനാഭാഗങ്ങൾ വെളിയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. ആ സ്ഥിതി ചുരുക്കി 2 വാക്കങ്ങ് പറയുകയാണ്. 25 കൊല്ലമായി ഷുഗറിൻ്റെ അങ്ങേയറ്റത്തെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും കൂട്ടാക്കാതെ അതേ പല രാജ്യങ്ങളും സന്ദർശിച്ച് ഇടപെടാതെ ഇവിടെയും വെളിയിലൊക്കെ എൻ്റെ സുവിശേഷ ഘോഷണം പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു. ആ നിമിഷങ്ങളിൽ ഈ രോഗത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അതൊട്ടും വക വയ്ക്കുകയോ ഏതിട്ട് ഒരു നേരത്തെ ഡയറ്റെങ്കിലും നോക്കുകയോ ചെയ്തിട്ടില്ല. ഫെബ്രുവരിയിൽ അതിൻ്റെ പ്രയാസങ്ങൾ ഇച്ചിരി രൂക്ഷമായി. ഒടുവിൽ ഞാൻ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെങ്ങും പോകാൻ സാധിച്ചിട്ടില്ല. രോഗക്കിടക്കയിലായി. രാജമേത്രയും മറ്റ് ചില ദൈവദാസന്മാരും കൂടെ എന്നെ പുഷ്പഗിരിയിലാക്കി. പുഷ്പഗിരിയിൽ അവരുടെ ടെസ്റ്റ് ആദ്യന്തം ചെയ്യാവുന്ന അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാ മെഷീനും ലാബറട്ടറി എല്ലാം ചെയ്ത് അവസാനം ഇൻറ്റേർണലായിട്ടോ ഓർഗൻസിനോ ഒരു പ്രശ്നവും ഇല്ലെന്ന് അവർ വിധിയും എഴുതി. എനിക്കെൻ്റെ ശരീരത്തെ തൊടാനൊക്കുകയില്ല. മുട്ട് മുതൽ കഴുത്ത് വരെ ദാരുണമായ വേദന. കുളിക്കാൻ തലയിൽ വെള്ളമൊഴിച്ചാൽ കല്ല് പറക്കി എറിയുന്ന പോലെ ദേഹത്ത് അതിവേദന. 2 പേര് 2 വശത്തുനിന്ന് ശൂലം കൊണ്ട് കുത്തുന്ന പോലെയുള്ള അതിവേദന. ഇതിൻ്റെ കാര്യങ്ങൾ പുഷ്പഗിരിക്കാർ പഠിച്ച് അവസാനം ഒരു നരമ്പിൻ്റെ ടെസ്റ്റ് ഒരു മുറിയിൽ എന്നെ കാണിച്ച് കമ്പ്യൂട്ടറിൽ കൂടെ ഒക്കെ അതെടുത്ത് ബോധ്യപ്പെടുത്തി അവസാനം ഒരു 4 ദിവസം അത് പഠിച്ചിട്ട് അവർ പറഞ്ഞു, ശരീരത്തെ ചെറിയ നരമ്പുകൾ ഒരെണ്ണം പോലും രക്തം ഓടുന്നില്ല. ഗ്ലൂക്കോസിൻ്റെ ആധിക്യം കൊണ്ട് നരമ്പുകളുടെ അകമെല്ലാം തലമുടിയേക്കാൾ ചെറിയ നരമ്പുകളും കാണുന്നതും കാണാൻ വയ്യാത്ത എല്ലാ നരമ്പുകളും ഗ്ലൂക്കോസ് കയറി അടഞ്ഞു. അത് ഇനിയും പ്രവർത്തിപ്പാൻ സാധ്യമല്ല. അതിൻ്റെ പുറത്തൊരാവരണമുണ്ട്, ഇൻസുലേഷൻ. അത് ദ്രവിച്ചും പോയി. ആ തരത്തിൽ എനിക്ക് ഡോക്ടർമാരെല്ലാവരും കൂടെ വന്ന് വേഗം വീട്ടിൽ പോകാം, വിശ്രമിച്ചാൽ മതി, ഇങ്ങോട്ടിനിയും വരികയും വേണ്ട, യാതൊരു ചികിത്സയും ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ ഭവനത്തിൽ പോയി വിശ്രമിച്ചു. എൻ്റെ ജ്യേഷ്ഠനും ഡോക്ടർ മുരളിയും കൂടെ വെല്ലു പോയി. അവിടുത്തെ പ്രധാന ഡോക്ടർമാരുമായി ഒരുമിച്ച് കോൺഫറൻസ് കൂടി കാര്യങ്ങൾ ചിന്തിച്ചു. ഇതിനെക്കുറിച്ച് എന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. അവസാനം അവർ കൈമലർത്തി കാണിച്ചു, ദൈവത്തിന് വല്ലതും ചെയ്യാമെങ്കിൽ ചെയ്യാനേ പറ്റൂ, ഞങ്ങളെ കൊണ്ട് യാതൊന്നും സാധ്യമല്ല. മദ്രാസ് അപ്പോളോയിലെ ചീഫ് ഡോക്ടർ ജോസ് വിളിച്ചു, വിവരങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു, മാനുഷികമായിട്ട് ഒന്നും പരിഹാരമായി ചെയ്യാൻ, കാരണം നരമ്പുകൾ പോയതാ, വെച്ച് പിടിപ്പിക്കാൻ ഒക്കുകയില്ല. എല്ലാ നരമ്പുകളുടെയും അത് ചെറിയ നരമ്പുകളുടെ രക്തമെല്ലാം ഓട്ടം നിലച്ചതാണ്. ഇതിനി ഒരു ചികിത്സ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എനിക്കുള്ളവരൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ, മക്കൾ ഉൾപ്പെടെ. എന്നാൽ അവരൊക്കെ ആകുന്നതൊക്കെ പലയിടങ്ങളിലും പലതുമൊക്കെ നോക്കിയെങ്കിലും പരിഹാരമില്ല എന്നത് വൈദ്യശാസ്ത്രം ഒന്നുപോലെ കൈയൊഴിഞ്ഞു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ 6 മാസം അതിദാരുണമായ വേദന അനുഭവിച്ചു എന്നത് സത്യമെങ്കിലും പ്രാർത്ഥിച്ച ദൈവമക്കളുടെ സംഖ്യ വലുതായിരുന്നു. അവർ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൂരത്തിരുന്നും പ്രാർത്ഥിച്ചു. എന്നോടുകൂടെ രാപ്പകലുണ്ടായിരുന്ന ഒരപ്പച്ചൻ ഈ യോഗത്തിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഈ വേദനയുടെ ഭയാനകത്വവും പ്രാർത്ഥനയുടെ ശക്തിയും ആ ദൈവദാസൻ ശരിക്കും
അതെ മനസ്സിലാക്കി. അങ്ങനെ പല കൂട്ടുവേലക്കാരും ഒക്കെ ഉണ്ട്. ദൈവകൃപ ചെയ്ത് 6 മാസം ആ സ്റ്റേജിലൂടെ പോയി മരണം മാത്രം കൊതിച്ചെനിക്ക് എൻ്റെ ബോഡി എപ്പോഴൊരു പെട്ടിയിൽ വെച്ച് വെളിയിൽ ഇറങ്ങുമെന്നുള്ളൊരു ചിന്തയല്ലാതെ ഒരു പടി വെച്ച് ഒരു മീറ്റിങ്ങിന് പോകുമെന്ന് എനിക്ക് ഒരിക്കലും ധാരണയില്ല. സെൻട്രലിലെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഏൽപ്പിച്ചു. ഞാൻ നടത്തേണ്ട വിവാഹ ശുശ്രൂഷകളോ അതോ കാര്യങ്ങൾ ക്രമീകരിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ കൺവെൻഷൻ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തു. വിളിക്കുന്നവരോട് ഇടയ്ക്ക് പറഞ്ഞു ഇനി ഞാൻ കൺവെൻഷനൊന്നും പ്രസംഗിക്കത്തില്ലെന്ന് പലരോടും പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യമൊക്കെ ക്ലോസ് ചെയ്ത് സമാധാനമായി കൂടാരമാകുന്ന എൻ ഭവനം വിട്ടൊഴിഞ്ഞാൽ എനിക്കേറെ ഭാഗ്യമെന്നുള്ള പാട്ട് രാവും പകലും പാടിക്കൊണ്ട് തന്നെ ഞാൻ കിടക്കുകയായിരുന്നു. യാതൊരു പരിഭവവും പ്രയാസമൊന്നുമില്ല. ഒരു ദിവസം മുമ്പേ പോയി കിട്ടിയാൽ എത്ര ഭാഗ്യമാണ്. ആ നാടിനെ അറിഞ്ഞവർ ഇവിടുത്തെ ജീവിതം എന്തുണ്ട്, എങ്ങനെയെങ്കിലും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആകണമെന്നുള്ള ആകാംക്ഷയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സെപ്റ്റംബർ മുതൽ സ്ഥിതി അങ്ങനെയായില്ല. എൻ്റെ രോഗത്തിന് നല്ല ഇറക്കം വന്നു. എനിക്ക് സൂക്ഷിപ്പാനുള്ള കഴിവ് തന്നു. ഞാൻ ധാരാളം യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ സീസണിൽ ഞാൻ തൃശ്ശൂർ വരെ യാത്ര ചെയ്തു. അതേ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അതേ ശാരീരികമായി എനിക്കുണ്ടായിരുന്ന ആ പ്രയാസം ഒന്ന് ഓർക്കാൻ പോലും എനിക്കിന്ന് ആ വേദനയില്ല. ദൈവത്തിന് സ്തോത്രം. ആ പ്രയാസങ്ങളില്ല, ശുശ്രൂഷിക്കാൻ തടസ്സമില്ല. അതുകൊണ്ട് പ്രായത്തിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്, അതൊന്നും അവഗണിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ മനുഷ്യനാൽ അസാധ്യമായതെന്ന് എല്ലാവരും വിധി എഴുതി കഴിഞ്ഞപ്പോൾ യാതൊരു കരങ്ങൾക്കും മാറി വെച്ചല്ല, ഒരു ഗുളിക കഴിച്ചല്ല, യാതൊരു ചികിത്സയും ചെയ്തിട്ടല്ല, ചെയ്യാൻ വഴിയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ആ വഴിക്കോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്നാൽ വിടുവിക്കുന്ന എൻ്റെ കരം സിയോനിൽ നിന്ന് ഇറങ്ങി വരികയും അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതിന് ഈ വാർദ്ധക്യകാലത്ത് ഞാനൊരു സാക്ഷിയാണ്. എനിക്കിപ്പോൾ 72 വയസ്സുണ്ട്. ഈ 72 വയസ്സിൽ 61 കൊല്ലവും അതേ 1 മാസവും ഞാനിപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മാത്രമായിരുന്നു. 12 മാർത്തോമാ സ്കൂളിലെ മെഡിക്കൽ സ്കൂളിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഞാനൊരു സുവിശേഷകനാണ്. നിരന്തരം ആ നടുക്കുള്ള പള്ളി, ഇപ്പോൾ പള്ളി വെളിയിൽ വെച്ചിട്ടുണ്ട്, അതിനകത്ത് എല്ലാ ഉച്ചയ്ക്കും സഹവിഹാടികളെ വിളിച്ചിരുത്തി പാട്ടുപാടി പ്രാർത്ഥിച്ച് പ്രസംഗിക്കും. എൻ്റെ ജന്മനാട്ടിലെ എന്നും കൂട്ടായ്മയുള്ളൊരു നാടാണ്. ആ കൂട്ടായ്മയിൽ എന്നും പോയി അതേ പ്രസംഗിക്കാൻ അവസരം കിട്ടും. പരസ്യവും നടത്താൻ കിട്ടുന്നിടത്തെല്ലാം പോകും. അത് എന്ന് വേണ്ട ദേശമായ ദേശങ്ങളെല്ലാം കാൽനടയായി നടന്ന് അതേ സുവിശേഷ ഘോഷണം നടത്തുവാന് അതേ കോന്നിയും ചിറ്റാറും അതിനടുത്തുള്ള പ്രദേശങ്ങളും ഇതത്തോടും തണ്ണിത്തോടും തേക്കതോടും അങ്കാത്തോടും ഈ പ്രദേശങ്ങളൊക്കെ അന്ന് വനങ്ങളാണ്. അങ്ങുമിങ്ങും വീടുകളുണ്ട്. അവിടെയെല്ലാം കാൽനടയായി നടന്നുപോയി. എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 20 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ ഘോഷണത്തിൽ ഞാൻ അത്യന്തം വ്യാപൃതനായിരുന്നു. എന്നാൽ ദൈവവചനമൊക്കെ പഠിച്ച് പിന്നെയും പഠിച്ചു. അതേ ചെറിയ പ്രായത്തിൽ പള്ളി വരെ പ്രസംഗിക്കുവാനുള്ള അതേ അവകാശം എനിക്ക് ലഭിക്കുകയും ഞായറാഴ്ച സർവീസിൽ വരെ ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ചെറിയവരോടും വലിയവരോടും എൻ്റെ ബാല്യപ്രായം മുതൽ ഇന്നുവരെയും ഇടതടവില്ലാതെ കഴിഞ്ഞ ഒരു 6 മാസം ഒഴിച്ചാൽ അതെൻ്റെ രോഗക്കിടക്കയായിരുന്നു. സകല സമയങ്ങളും രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്യുവാൻ എന്നെ ആക്കിയിട്ടുള്ള വേലസ്ഥലങ്ങളിൽ അതേ ഈ പ്രദേശ വളഞ്ഞവട്ടത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റ്, എറണാകുളം ടൗൺ ചർച്ച്, വാളകം ചർച്ച് എന്ന് വേണ്ട ആലപ്പുഴ സെൻറ്റർ, ഇങ്ങനെ അതേ 30 വർഷം തികഞ്ഞു കഴിഞ്ഞു. അനേക സെൻറ്ററുകളിൽ ലാഭകളില്ലാതെ എന്നെ ഏൽപ്പിച്ച വേല എനിക്ക് ചെയ്യാവുന്ന അത്രയും കൃത്യമായി ദൈവവചനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ സാക്ഷ്യം തികച്ചെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇനിയും കർത്താവ് എപ്പോൾ വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആയുസിൻ്റെ നാളത്രയും മുഴുവൻ സമയവും അധ്വാനം കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതും വേറെയൊരു ദുരുദ്ദേശം അതിലില്ലായിരുന്നു എന്നുള്ളതും വേറൊന്നിനു വേണ്ടി ഞാൻ പോരാടിയിട്ടില്ലെന്നുള്ളതും ഈ സഭ സാക്ഷിയാണ്. ആകയാൽ അയച്ചിടത്തൊക്കെ പകലുള്ളത്തോളം അയച്ചവൻ്റെ ജേല ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഇനിയുമുള്ള നാളുകളെക്കുറിച്ച് അത് ദൈവത്തിനറിയാം. ഇത്രത്തോളം നടത്തിയ, ഇത്രത്തോളം സൗഖ്യം തന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വർഷം ഞാൻ ലോകത്ത് കാണുകയില്ലെന്ന് സൂക്ഷ്മമായി വിചാരിച്ചു. എങ്കിലും ദൈവം അത് എനിക്കിങ്ങനൊരു അവസരം തന്ന് അതേ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ എനിക്ക് ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ഞാൻ നന്ദിപൂർവ്വം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിച്ച് ഞാൻ അല്പസമയം ശുശ്രൂഷിച്ചതിന് ശേഷം ഞാനിവിടെ ഇരിക്കാം. ദൈവമക്കളെ പ്രാർത്ഥിക്കണം.
എനിക്ക് കൺവെൻഷനെ ഓർത്ത് സാധാരണ ദേവദാസന്മാർ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും. ഈ കൺവെൻഷനിൽ പ്രസംഗിക്കണമെന്ന് നേരത്തെ ക്ഷണം കിട്ടിയപ്പോൾ മുതൽ അനുകൂലമോ പ്രതികൂലമായിട്ടൊന്നും പറയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടുവരിക ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ഈ പന്തലിലും ഈ സ്റ്റേജിലുമൊക്കെ എളിയവൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് പോരാടിയ അനേക ദൈവദാസന്മാരുണ്ട്. അവരോട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നതിന് 100% ഉറപ്പായ ഒരു സംഭവമാണ്. അത് എനിക്ക് ലഭിച്ച വിടുതലെന്ന് നന്ദിപൂർവ്വം ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് 2 വേദവാക്യങ്ങൾ ഞാൻ ഈ തരുണത്തിൽ വായിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് യിരെമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും പിന്നീട് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവും 2 വാക്യങ്ങളോടെ ചേർത്ത് വേദോസ്തവം വായിക്കുന്നവരൊന്ന് വായിപ്പാൻ അപേക്ഷിക്കുന്നു. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. വിലാപങ്ങൾ 5-ന്റെ-21-ാം വാക്യം വായിച്ചിട്ട്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. മതി, നീക്കട്ടെ. ഇവിടെ ദൈവദാസനായ യിരെമ്യാവ് ബാബേൽ പ്രവാസത്തെയും പ്രവാസകാല സമയത്തും പ്രവചിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം കണ്ണുനീരിൻ്റെ പ്രവാചകനാണ്. ജനനത്തിന് മുമ്പേ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം നിയമിച്ച ഒരഭിഷക്തനാണ്. ഞാൻ നിന്നെ ജാതിയുടെ പ്രവാചകൻ അഭിഷേകം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഈ വേലയ്ക്ക് വിളിച്ചെന്നൊക്കെ ദൈവം പറഞ്ഞ് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത പരിപാവനതകളുടെ നിരവധി പരിപാടികൾ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് യിരെമ്യാവ്. കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് രസിച്ചിട്ടില്ല, ലോകസല്ലാപ ഉല്ലാസങ്ങളിൽ പോയിട്ടില്ല, വയറ് നിറച്ച അപ്പം തിന്നാനോ വെള്ളം കുടിക്കാനോ സാവകാശം ഉണ്ടായിട്ടില്ല. പുരോഹിതന്മാർ തന്നെ അടിക്കുന്നു, പ്രവാചകന്മാർ അടിക്കുന്നു, രാജാവും അത് ജനം ഒത്തുനിന്ന് വളരെ നിരവധി ദ്രോഹങ്ങൾ യിരെമ്യാവിനെതിരെ ചെയ്തതായിട്ട് ചരിത്ര രേഖയുണ്ട്. എന്നാൽ ദൈവത്തോട് പോലും യിരെമ്യാവ് പറയുണ്ടായി, ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നീ എന്നെ സമ്മതിപ്പിച്ച് ഞാനങ്ങ് സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഇതൊന്നും വന്നത്. സ്ത്രീകൾ കളിയാക്കുന്നു, കുട്ടികൾ കളിയാക്കുന്നു, പൊതുജനങ്ങൾ പരിഹസിക്കുന്നു എന്ന് വേണ്ട. ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ഭയാനകത്വമായ നിലവാരങ്ങൾ കണ്ട ഒരു ദൈവദാസൻ ഇതുപോലെ വേറെ ഇല്ലെന്ന് പറയത്തക്ക നിലകളിൽ അത്ര കഷ്ടാനുഭവങ്ങൾ തികച്ചെടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. തൻ്റെ ജനത്തിൻ്റെ മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറച്ചൊന്നുമല്ല. എൻ്റെ ജനത്തിൻ പുത്രരുടെ അകൃത്യത്തിന് വേണ്ടി കരയുവാൻ എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണു നിറച്ചാലുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് 2-ാം അധ്യായത്തില് എൻ്റെ ജനൻ 2 ദോഷം ചെയ്തു. വ്യക്തമായത് വിളിച്ചു പറയുകയാണ്. ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, പൊട്ടക്കിണറുകളെ അവൾ കുഴിച്ചു, അവരുടെ അധ്വാനം വെറുതെയാണ്. എന്നാൽ കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനന്റെ പുൽത്തണ്ണി അറിയുന്നു, മീവിൽ പക്ഷിയും കൊക്കും തന്റെ മടങ്ങി വരവിന്റെ കാലം അറിയുന്നു. എന്റെ ജനമോ ഇതൊന്നും അറിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ പിന്നണിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക്. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്, ജാതികളുടെ മകുടമായ ജാതിയാണ്. ദൈവം വേർതിരിച്ച അവകാശങ്ങളുടെ അവകാശികളാണ്. അബ്രഹാമിന്റെ സന്തതികൾ എന്നുള്ള അവകാശം അവർക്കുണ്ട്. ഒടുവിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, അബ്രഹാം ഞങ്ങളുടെ പിതാവെന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ മുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒടുവിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, തലമുറകൾ കഴിഞ്ഞപ്പോൾ ചില ആചാരങ്ങളുടെ ഒക്കെ ഓർമ്മയായെന്നല്ലാതെ അനുഭവങ്ങളിൽ യാതൊന്നുമില്ലാത്ത കൈവിടപ്പെട്ടൊരു ജാതിയായി ഇസ്രായേൽ അവശേഷിച്ചു എന്നത് ചരിത്രരേഖകളെല്ലാം സാക്ഷ്യം വെച്ച് പറയുവാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇതിവിടെ എന്താ സബ്ജക്റ്റ് എന്നറിയാമോ? എന്റെ ജനം മടങ്ങി വരണം. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഇവിടെ അല്ലാതെ ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് അവരുടെ ഉള്ളങ്ങളിൽ കത്തിജ്വലിക്കുന്ന ആത്മീയമായ ജ്വാലയുടെ പ്രകാശനം ഉണ്ടാകുവാൻ ദൈവമക്കൾക്കൊരു മടങ്ങി വരവ് അത്യന്താപേക്ഷിതമാണെന്ന് പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലും ഉപദേശത്തും കൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആരും അതിന്റെ പതിയിരിപ്പിലല്ല,
അതിന് ചിന്താഗതിയിലല്ല. അത് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ, ആ ദൂതുകൾ ഏറ്റെടുക്കുവാൻ ഈ പുസ്തകത്തിലുള്ള സകല വചനങ്ങളും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ദൈവം തന്റെ വചന ഉത്തരവാദിയാണ്. സീനായിൽ ഇറങ്ങിയത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വാക്കുകളും വചനങ്ങളുമാണ്. ഇതിൽ യാതൊന്നും നിഷേധിക്കാനോ അവഗണിക്കാനോ നമുക്ക് സാധ്യമല്ല. ആകാശഭൂമികൾ മാറിപ്പോയാലും ഈ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകയില്ല എന്ന് യേശു സത്യം ചെയ്ത് സംസാരിച്ചതാണ്. അത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അപ്പോൾ ഇവിടെ മടങ്ങി വരവ് എന്ന് ഉദ്ദേശിച്ചാൽ എവിടെയോട്ടാണ് ഇത് പോയിരിക്കുന്നതെന്നുള്ള കാര്യവും അതിന്റെ തകരാറെന്താണെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയണം. എവിടെ ദൈവദാസന്മാരുടെ വചനം കേൾക്കയില്ല, ദൈവത്തിന്റെ വചനം അനുസരിക്കയില്ല. ഇതിനൊക്കെ മാർക്കിടാൻ പറ്റിയ പുള്ളികളാണ്. എന്നാൽ മാർക്കിടിയിലല്ല, ഇത് കേൾക്കുന്നതിലല്ല. ഈ വചനം ഏറ്റെടുക്കുന്ന ജനം ആരൊക്കെയുണ്ടെന്ന് അത് ഇതിന് നടി ഉലാവുന്ന ദൈവത്തിന്റെ കുമാരൻ ആയവരെ കാണുന്നുണ്ട്. വചനം ഏറ്റെടുത്തനുസരിക്കുന്നതാണ് നമുക്ക് ഉപകാരപ്രദം, അനുഗ്രഹപ്രദമാണ്. ശരി, ദൈവവചനത്തിലോട്ട് നമുക്ക് നോക്കി ആ കാര്യങ്ങളിലോട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ വേഗം അങ്ങോട്ട് പോകാം. ഇസ്രായേല് പ്രവാചകന്മാരെ അയച്ചു, പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു, ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞു. അവരൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ യിരെമ്യാവ് പറഞ്ഞു, വീണ വായനക്കാരന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കുകയാണ്, കേൾക്കും അനുസരിക്കുകയില്ല. ഇത് ഇസ്രായേലിന് അത് പൊതുവായി ഒരു ശാപമായി തന്നെ മാറി. മോശ തുടങ്ങി പറഞ്ഞതാണ്. ഇതിന്റെ ഫലം എവിടെയാണ്? പ്രവാസത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ മോശ ആവർത്തനം 28 മുതലുള്ള ഭാഗങ്ങളിൽ ദീർഘമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവ ആലോചന കേട്ട് മടങ്ങി വരികയാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരത്തില്ല. ദൈവസന്നിധി ജയം കൊണ്ട് ജീവിപ്പാൻ ഇടയാകണമെങ്കിൽ അത് ഒരു മടങ്ങി വരവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം. നിങ്ങൾ യിരെമ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടോ. വായിച്ചേ. 25 എനിക്കും നിനക്കും മുൻപ് പണ്ടേ ഉണ്ടായി. എന്തുവാ 25-8? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായിക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്തു. ദൈവം പറഞ്ഞാൽ കേൾക്കുകയില്ല, ദൈവദാസന്മാർ പറഞ്ഞാൽ കേൾക്കുകയില്ല, ദൈവാത്മാവ് പറഞ്ഞാൽ കേൾക്കുകയില്ല, ദൈവാലോചന പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അതിനെ എല്ലാം മറന്നു നീക്കും. ഒടുവിൽ ദൈവം തമ്പുരാ സഹി കെട്ടെന്ന് എന്റെ ഭാഷ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞതൊന്നും അനുസരിക്കാതെ ആവർത്തിച്ചും പറഞ്ഞു മടങ്ങി വരികയില്ല എന്ന് വന്നപ്പോൾ ദൈവം ഒരു പരിപാടി അങ്ങ് ചെയ്തു. എന്താ പരിപാടി എന്നറിയാമോ? അത് ശ്രദ്ധിച്ച് കേൾക്കണം. ബാബിലോണിലെ മ്ലേച്ഛത, ബാബിലോണിലെ വേഷവിധാനം, ബാബിലോണിലെ സംസ്കാരം, ബാബിലോണിലെ പരിഷ്കാരം, യെരൂശലേം എന്ന ദൈവത്തിന്റെ വിശുദ്ധ നഗരിയിൽ സിയോൻ പുത്രിമാർ അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ ദൈവം വിചാരിച്ചവരെ ഇവിടെ വെച്ച് കളിപ്പിക്കണ്ട, നേരെ ബാബിലോണിലോട്ട് പറഞ്ഞുവിട്ട് ആ മ്ലേച്ഛതയുടെ തറവാട്ടി ചെന്ന് ഇവർ അവരെ നടത്തിട്ടെന്ന് തമ്പുരാൻ തീരുമാനിച്ചു. ദൈവജനങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ജാതികളുടെ പരിഷ്കാരങ്ങളും ജാതികളുടെ സംസ്കാരങ്ങളും ജാതികളുടെ മ്ലേച്ഛതകളും ജാതികൾ അനുവർത്തിക്കുന്ന നടപടികളും ദൈവമക്കൾ ആവർത്തിച്ചാൽ തിരിച്ചടി എന്താണെന്നറിയാമോ? തമ്പുരാൻ ഒരു തിരിച്ചടി അടിക്കും, രക്ഷപ്പെടുത്താൻ ആരും കാണത്തില്ല. ഈ വാക്യം ഒന്ന് വായിച്ച് കേട്ടോ, നിങ്ങൾ കേട്ടോ. അങ്ങനെ നിങ്ങൾ എന്റെ വചനം കേൾക്കത്തില്ല എന്നതുകൊണ്ട്, ഈ വചനം അനുസരിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് വചനവുമായി വരുന്ന ദാസന്മാരെ അങ്ങ് നിർത്തി വിലക്കി. ഇനി അവരാരും ഇങ്ങോട്ട് വരണ്ട, വന്നിട്ട് കാര്യമില്ല. അവരെ കല്ലെറിയുന്നു, കൊല്ലുന്നു, തീർച്ചവാളുകൊണ്ട് അറക്കുന്നു, അവരെയൊക്കെ നാം ആവശ്യമിരുന്നാൽ ഇനി അങ്ങനൊരു പരീക്ഷയെ അങ്ങോട്ട് വിടുന്നില്ല. വടക്കോട്ട് ആളയച്ചു. വടക്ക് ബാബിലോണാ. ബാബിലോണിൽ ആളയച്ച് എന്റെ ദാസനായ നെബൂഖദ്നേസറിനെ ഞാൻ ഈ നഗരത്തിനും ദേശത്തിനും നേരെ കൊണ്ടുവരുമെന്ന്
മനുഷ്യന്റെ വാക്കല്ല, ദൈവാദി ദൈവം പറഞ്ഞതാണ്. പ്രശ്നത്തിന് പരിഹാരം ഇനി ഉണർവല്ല, വടക്കുന്ന് വരുന്ന വാളാണ്. വടക്കോട്ട് ഞാൻ ആളയച്ച് എന്റെ ദാസനെ നെബൂഖദ്നേസറിനെ വരുമെന്നെടുത്ത് നെബൂഖദ്നേസറിന്റെ സാർ നിങ്ങൾക്ക് കഴിയുന്ന പേരൊക്കെ ചേർത്തോ. വരുന്നുണ്ട് വടക്കു നിന്ന്, അത് തുടങ്ങിയിട്ടുണ്ട് പദ്ധതി. തെക്കുനിന്ന് ആത്മീയ ഉണർവിന്റെ തീയാളി കത്തിയാൽ ഈ പ്രതിബന്ധ ശക്തികളെ തകർക്കുവാൻ ആത്മാവുള്ള ദൈവമൊക്കെ അനുദിനം കൈകോർത്ത് പ്രാർത്ഥിച്ച് ഒരാത്മീയതയുടെ കത്തലേറ്റെടുക്കട്ടെ. പ്രശ്ന പരിഹാരം അതല്ലാതെ മടങ്ങി വരവല്ലാതെ ഒരു പരിഹാരവുമില്ല. ആളയച്ചു. ബാബേൽ രാജാവും ദൈവവുമായിട്ട് വലിയ ചങ്ങാത്തമൊന്നുമില്ല. അവനെ പോലെ ഒരു പരമദുഷ്ടൻ ചരിത്രത്തിൽ അധികം പേരുണ്ടായിട്ടില്ല. അവന്റെ നിഷ്ഠൂരപ്രവൃത്തികൾ അറിയാവുന്നവർക്കേ അറിയാനൊക്കെ ഉള്ളൂ. പിന്നെ എന്താ എന്റെ ദാസൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മോശ എന്റെ ദാസൻ, ദൈവഗേഹത്തിലൊക്കെ അവൻ വിശ്വസ്തൻ. യേശുക്രിസ്തുവിനെ ഈ പുസ്തകം പരിശുദ്ധ ദാസൻ എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല പുള്ളികളെ ദാസന്മാരാക്കി വെച്ച പുസ്തകത്തിൽ പരമദുഷ്ടനെ ദാസനാക്കി പ്രഖ്യാപിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വിലയേറിയ ദാസന്മാരാ, ഇത് കഴിഞ്ഞ് ദൈവത്തിന് ആരുമില്ലെന്നാ. അങ്ങനല്ല. ഇത് അതിന്റെ കൃത്യതയിൽ നിവർത്തിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിഷ്ഠൂരന്മാരെ വിളിച്ചു വരുത്തി ദൈവം തമ്പുരാൻ പ്രക്രിയ നടത്തുവാൻ അവൻ ചെയ്തിട്ടുള്ള ചരിത്ര പ്രവൃത്തികൾ ഓർക്കുമ്പോൾ അത് സംഭവ്യമാണ്. എന്നാൽ ഇതിന് പരിഹാരം ഒറ്റ മാർഗമേ ഉള്ളൂ. അനുദപിച്ച് ദിനമേക്കാൾ ഉപവസിച്ച് അനുദപിച്ച് പ്രാർത്ഥിച്ച് കോപം ഒഴിഞ്ഞു പോയതുപോലെ ഉപവസിച്ച് രാജാവും മൂപ്പനും മേധാവിയും എല്ലാരും കൂടെ ഇറങ്ങിയിരുന്ന് റൊട്ടിലും വെണ്ണീരിലിരുന്ന് പ്രാർത്ഥിച്ചു. വിടുതൽ വേണമെങ്കിൽ തസ്തിക പുലർത്തിയ കാര്യം നടക്കയില്ല. വിടുതൽ വേണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്നവരും ആത്മാവിൽ അനുദപിക്കുന്നവരും ആത്മാവിൽ മടങ്ങി വരുന്നവരും ആത്മാവിൽ ദൈവത്തെ അനുസരിക്കുന്നവരുമായ ഒരു ജനത്തിനെ അതിന്റെ മനോഹരത്വം കാണാൻ കഴിയുള്ളൂ. കേട്ടില്ലെങ്കിൽ ഈ ദാസൻ എന്ന് പറയുന്ന ആള് യെരൂശലേം ദൈവാലയത്തിൽ വന്നതല്ല, കൊണ്ടുവന്നതാ. കുഞ്ഞെ ഒന്ന് വായിക്കണേ, ദാനിയേൽ 1:1. ഇതൊന്നും തൊട്ട് പറയാനുള്ള നേരം പോലും എനിക്കില്ല. ഒന്ന് വായിച്ചേ ദാനിയേൽ 1:1. വേഗം ആയിക്കൊള്ളട്ടെ. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ. ദാനിയേൽ 1:1. ഇത് എന്തുവാ ഇവിടെ? യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ പലതും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്തുള്ള ബാൽദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. മതി. ചരിത്രം വായിച്ചോണം താഴോട്ട്. എന്താ സംഭവിച്ചേ? വന്നതല്ല, വരുത്തിയതാണ്. എടുത്തതല്ല, കൊടുത്തതാണ്. ഇസ്രായേലിലെ പൊൻവെള്ളി പാത്രങ്ങൾ എടുത്തതല്ലത്, ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തതാണെന്ന്. എങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു ദൈവമുണ്ടോ? പരിപാവനമായ പരിശുദ്ധമായ ദൈവാലയത്തിന്റെ അകത്ത് കയറി ഈ പൊൻവെള്ളി പാത്രങ്ങൾ അത് കവർ ചെയ്തുകൊണ്ട് പോകുവാൻ അവന് കൊടുത്ത ബലം എവിടെന്ന്? എന്റെ ജനം അപമര്യാദയായി, എന്റെ ജനം നിയമമില്ലാതെ ഭക്തിയില്ലാതെ ഈ പേരിലും മാത്രം ഇതിനകത്ത് കൂത്താട്ടം നടത്തിയാൽ ഞാൻ ഇതിന് അറുതി വരുത്തിക്കൊണ്ട് ബാബേൽ രാജാവിനെ അകത്ത് കയറ്റി ഭംഗിയായതും കൊള്ളാവുന്നു എല്ലാം ബാബിലോട് കൊണ്ടുപോകാൻ പറയും, ജനത്തെയും കൊണ്ടുപോകാൻ പറയും. വടക്കുന്ന് വന്നവൻ ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞത്. ദൈവം ആ ദിക്കിന്റെ വിവരവും പേരുപോലും വെളിപ്പെടുത്തിയല്ലോ. ആ വിവരമാണ് ഇവിടെ എഴുതിയത്. അത് അങ്ങനെ ഈ പ്രവാസമൊന്നും യാദൃച്ഛികമല്ല. അങ്ങനെയും നിങ്ങളൊന്നും യഹൂദന്റെ ബലഹീന കൊണ്ടൊന്നും സംഭവിച്ചതല്ല. പാപമാണ് ഇതിന്റെ എല്ലാം പുറകിലത്തെ പ്രധാന കാരണം. നിങ്ങളെ ഒരു വാക്യം വായിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നീയോ നിന്റെ മക്കളോ, അവിടെ മുതൽ ഒന്ന് വായിച്ചേ. 9:6. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായി നിൽക്കട്ടെ. കേട്ടോ,
ഗിബിയോനിൽ വെച്ച് ശലോമോനോട് മുഖാമുഖം 2-ാം പ്രാവശ്യം ദൈവം സംസാരിച്ചെന്നാണ് അതിന്റെ ആദ്യ ഭാഗം എഴുതിയിരിക്കുന്നത്. അങ്ങനെ മുഖാമുഖം, ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ശലോമോൻ, അവനെ പോലൊരുത്തൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയല്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുല്യമായ വലിയ പദവികളും ജ്ഞാനവും വിശേഷവും ഒക്കെ ദൈവന് കൊടുത്തു. അവന്റെ രാജ്യവും മഹത്വവും രാജധാനിയും ഒക്കെ കണ്ടാൽ അമ്പരന്ന് പോകും. ദൈവാലയമാണെങ്കിൽ ഒരു സ്വർണ്ണ ഗോപുരമാണ്. അത് കാണുന്നവര് അത് രോമാഞ്ചം കൊള്ളത്തക്ക നിലയിലാണ്. ഇസ്രായേലിന്റെ ഭംഗി ദൈവത്തിൽ മാറി ദൈവാലയ ഭംഗിയിലായപ്പോൾ ദൈവത്തെ ആലയത്തിൽ ഒതുക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, ഈ ആലയത്തിൽ ഞാൻ ഒരുങ്ങത്തില്ല, ഇവിടെ ഞാൻ ഒതുങ്ങുന്നവനല്ല. ആകാശഭൂമികളപ്പോൾ നിറഞ്ഞിരിക്കുന്ന ദൈവാദി ദൈവത്തെ ആലയത്തിനകത്തെ പരിപാടിക്ക് ഒതുക്കാൻ നോക്കണ്ട, ഒതുങ്ങത്തില്ല. അവിടെ ശലോമോനോട് ദൈവം നേരിട്ട് പറഞ്ഞതിൻ്റെ പ്രധാന ഭാഗം കേട്ടല്ലോ. നീയോ നിന്റെ മക്കളോ ഈ പ്രമാണം വിട്ട് വിളയാടിയാൽ ഞാൻ ചില വിവരം അറിയിക്കും. പെന്തക്കോസ്തുകാർ വളർന്നു വന്ന തലമുറയാണ്, ഒരു 4-5 തലമുറയായിട്ടുണ്ട്. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും അപ്പന്മാരും മുൻഗാമികളും തല്ലുകൊണ്ടും അതേ പ്രതികൂലങ്ങൾ സഹിച്ചും അത് ദൈവം അവരെ അനുഗ്രഹിച്ചു. സാമ്പത്തിക ഉയർച്ചകളൊക്കെ വന്നു. ശലോമോന്റെ കൂട്ട് ജ്ഞാനവും അതേ വിദ്യാഭ്യാസവും ഉള്ള തലമുറയൊക്കെ തന്നു. ദൈവത്തിന് സ്തോത്രം. മാറിയിരുന്നു പറയാം. അതേ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് ഞങ്ങളുടെ വല്യപ്പച്ചൻ അങ്ങനായിരുന്നു, അമ്മച്ചി അങ്ങനായിരുന്നു, അത് എനിക്ക് പിന്നെ തോന്നിയാവാസം പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ലൈസൻസ് ഉണ്ട്. അല്ല കുഞ്ഞേ, അങ്ങനെയല്ല. നീ ഇങ്ങനെ വിചാരിക്കണം. എന്താ അവിടെ എഴുതിയേക്കുന്നത്? നീയോ നിന്റെ മക്കളോ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പ്രമാണം വിട്ട് അന്യ ദൈവങ്ങളെ പോയി സേവിച്ചാൽ ഞാൻ ഹയർ ചെയ്തവനാണ്, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയാണ്, ഞാൻ ഇത് പറിച്ചു കളയും. ഹയർ ചെയ്തവന് ഹയർ ചെയ്യാൻ അധികാരമുണ്ട്. 2-ാമത്തെ വാക്ക്, അമ്പരചുമ്മിയായ മണിമളിക സ്വർണ്ണ ഗോപുരമായ ദൈവാലയം എന്റെ മുമ്പിൽ ഞാൻ മാറ്റിക്കളയും. ദൈവത്തിന് ആലയമല്ല വലുത്, ആരാധകരാ വലുത്. ദൈവത്തിന് പ്രമാണം മാറ്റിയാൽ ദൈവം സഹിക്കുകയല്ല, നിങ്ങൾ ഓർത്തുകൊള്ളണം. ആലയത്തിന്റെ ഭംഗിയല്ല ഇവിടെ വിഷയം, ആരാധനയുടെ ചൈതന്യമാണ് ദൈവത്തിന് വേണ്ടുന്നത്. 1012-ാം ആണ്ട് കല്ലിട്ട് 1005-ാം ആണ്ട് പ്രതിഷ്ഠിച്ചു. 1000-ാം ആണ്ട് ദൈവം പറഞ്ഞു, ഈ ദൈവാലയം ഞാൻ പൊളിച്ചു കളയും, വഴി പോകുന്നവർ അതെ അവഹേളിക്കത്തക്ക നിലയിൽ ഞാൻ ആക്കി തീർക്കും. ജാതിയെ ഞാൻ കൈകാര്യം ചെയ്യും, അത് ഞാൻ പറിച്ചു കളയും, ആലയം കളയും. അത് ഇസ്രായേൽ സകല ജാതിയുടെ പഴഞ്ചൊല്ലും പരിഹാസമയത്തിനും ഇത് പെട്ടെന്ന് വന്നതല്ല, മുന്നറിവ് ദൈവം കൊടുത്തു. പക്ഷേ അപ്പൻ പോകുന്ന ആ വഴിക്ക് ആ യഥാർത്ഥ വിശ്വാസി മക്കളും പോകണം, അല്ലെങ്കിൽ തിരിച്ചടിയുണ്ട്. കുഞ്ഞുങ്ങളെ കാശും പുത്തനും ഉണ്ടെന്ന് വിചാരിച്ച് ഇസ്രായേൽ കന്യകമാർ അതപ്പതിച്ചു പോയ കാലയളവൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. നിന്റെ വേദവിധാനവും നിന്റെ വസ്ത്രധാരണവും നിന്റെ ഭക്തിയോ നിന്റെ അതേ പ്രാർത്ഥനയോ നിന്റെ നിലവാരങ്ങള് ജാതികളോടുകൂടെ എണ്ണപ്പെടുവാനല്ല, അഭക്തരായ ജനത്തിന്റെ നടുവിൽ നിൽക്കുവാനല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് ഏത് തീച്ചൂളയിൽ നിന്നാലും ആരാധിക്കേണ്ട ദൈവജനങ്ങൾ കൂറുമാറി ജനത്തിന്റെ സന്തതികളാകരുത്. വിളിച്ചവന് സഹിക്കത്തില്ല എന്ന വസ്തുത ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശലോമോനോട് ദൈവം മുഖാമുഖം പറഞ്ഞതാണ്, നീ നടന്ന പാതയെ നിന്റെ മക്കൾ കിടക്കണം. എനിക്ക് തോന്നി അപ്പനും മക്കളും കൂട്ടുന്ന ശലോമോനും മക്കളും ഏറെ ഉണ്ടല്ലോ. ഭാര്യമാരുടെ എണ്ണമൊക്കെ അറിയാമല്ലോ. അപ്പൊ പറയും, ഓ ഞങ്ങളുടെ വല്യപ്പൻ ദാവീദ് ആരായിരുന്നു, ഇന്നേ ചെന്നാൽ ലൂസിഫർ തോട്ടു പോകും, അതുപോലെ പാട്ടും മേള താളങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാ, പറയാനുണ്ട്, നേരം ഉണ്ടായിരുന്നേ പറയാൻ. ഇങ്ങനെയൊക്കെ പോയ കാലമൊക്കെ നല്ലതായിരുന്നു. എന്നാൽ മോനെ പേടിച്ച് ദാവീദ് മലകയറി ഇറങ്ങുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഓർക്കണം, ഇതൊക്കെ ഒരു പങ്ക് വിട്ടുകളയരുത്. വലിയ കൃപയുടെ ബഹുത്വമൊക്കെ പറഞ്ഞിട്ട് ഈ മോനെ പേടിച്ച് അപ്പൻ ഓടാൻ കാരണം എന്താണെന്ന് അറിയണം. മൊക്കറിയാം അപ്പൻ്റെ ചില സൂത്ര പരിപാടി. ഊരിയാവിൻ്റെ ഭാര്യയെ കൊന്നകത്ത് കൊണ്ടുവന്നതും അപ്പോൾ അവരുടെ അമ്മമാർക്ക് പറ്റിയ സ്ഥാനഭ്രംശവും അതിനാലുണ്ടായ കൊലപാതകവും ഈ കാര്യങ്ങളൊക്കെ അറിയാകുന്ന മക്കള് അപ്പൻ്റെ മറുഭാഷ തന്നെയല്ല പറയുന്നത്, ഈ ഭാഷയും പറയുന്നുണ്ട്. ഇതൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. വ്യക്തമായി ഒന്ന് ധരിക്ക, നീയും നിന്റെ മക്കളും ദൈവപ്രമാണത്തിന് വിധേയമാകാതെ
ജഡത്തിന്റെയും ലോകത്തിന്റെയും പാപത്തിന്റെയും ഭോഗത്തിന്റെയും ചതിക്കുഴിയിലും പോയാൽ ഇതിന് ലോകത്തിൽ നിന്ന് തിരിച്ചടി കിട്ടിയില്ലെങ്കിൽ മേളിൽ ഒരുത്തൻ ന്യായം വിധിപ്പാൻ സർവ്വസന്നദ്ധമായി ഇരിപ്പുണ്ട്, വരുന്നുണ്ട്, നടുവിലുമുണ്ട്. സൂക്ഷിക്കണേ. ഇസ്രായേൽ എന്നാ കുഴപ്പം പറ്റിയത്? അതുകൂടെ ഒരു ഭാഗം വായിച്ച് ഞാൻ ഇരിക്കാം കേട്ടോ. ഇസ്രായേലിന് കുഴപ്പം പറ്റിയത് എന്താണെന്ന് പ്രവാചകനായ സെപ്പന്യ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചാട്ട്. സെപ്പന്യ 3:1 എവിടെ വരെ എത്തി ഇപ്പൊ അവര് വായിച്ചാട്ട്? മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരത്തിന് അയ്യോ കഷ്ടം. പിന്നെ അവൾ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തന്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. ഇത്രയും കുഴപ്പമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ 5 വാക്കുകളെ നിങ്ങളൊന്ന് അപഗ്രഥിച്ച് നോക്കി. അതിന്റെ മുഖവരയിലെ തലക്കെട്ട് വാചകം എന്താണെന്നറിയാമോ? മത്സരവും മലിനതയുമുള്ള ഗ്രഹത്തിന് അയ്യോ കഷ്ടം. മത്സരം ആഭിചാരദോഷം പോലെയാണെന്ന് ശമൂവേലിനോട് പറഞ്ഞ വാക്ക് മറക്കരുത്. അതുകൊണ്ട് ഇസ്രായേൽ ഗ്രഹത്തോടുള്ള ദൂതാണ്. 2-ാം ഇസ്രായേൽ അന്യപ്പെട്ടതല്ല. മത്സരവും മലിനതയും ദൈവ കോപഹേതുവാണ്. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടല്ലോ അടുത്ത മത്സരം, ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ടല്ലോ. സൂക്ഷിച്ചോണേ. ഈ വാക്യം വെച്ചോണ്ട് അങ്ങോട്ട് കടക്കാൻ നോക്കുമെന്ന് 2 വട്ടം ആലോചിച്ച് വെച്ചേ വേണ്ടാതിനൊക്കെ പോകാവൂ. പ്രൈസലോ. ദൈവത്തിന് തന്റെ സഭയെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം അതിന് കോട്ടം വരികയില്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതേ കുബുദ്ധികളായും ദൈവദ്വേഷികളായും പ്രമാണ ലംഘകരായും ദൈവത്തിന്റെ വഴിയെ നടക്കാത്തവർ അതിനെ നടത്താൻ വരുന്നത് ആപത്താണ്. ആത്മനിയോഗമുള്ള ദൈവഭക്തന്മാർ ഭരിച്ചു നടത്തിയ സഭയാണ് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ. ആ അച്ചുകൊണ്ടിൽ നിന്ന് മാറിയാൽ ഇതിന് കണക്ക് കുറെ കൊടുക്കേണ്ടി വരും. മാറരുത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണേ വ്യാഖ്യാനിച്ചു. മത്സരം നല്ലതല്ല. എൻ്റെ സഹോദരനെ ഞാൻ ചവിട്ടി താഴ്ത്തിയേച്ച് അവൻ കുഴപ്പമില്ലെങ്കിലും കുഴപ്പക്കാരനാന്ന് പറഞ്ഞ് എൻ്റെ അവലെ കയറിയിരുന്നു. അത് സിംഹാസനം വെച്ച് വാഴാൻ കാശിന്റെ ബലം കൊണ്ട് അവസരമൊത്താൽ ദൈവം തമ്പുരാൻ അതിന്റെ കണക്ക് തീർക്കുമെന്നുള്ള കാര്യം ഒരു ദൈവഭയം വേണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രസംഗവേദിക്ക് കൊതി ആശയൊന്നും ഉള്ളവനല്ലല്ലോ. പണ്ട കാലം നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ സ്നേഹപൂർവ്വം പറഞ്ഞാൽ എൻ്റെ ജോലി ഞാൻ ചെയ്യും. ഞാൻ ഇപ്പോൾ തുറന്നു പറയുന്നു, ഈ വാക്യം കഠിനമായിട്ട് നന്നായിട്ട് ആലോചിക്കണം. ആവശ്യമില്ലാത്ത ദൈവസഭയ്ക്ക് യോജിക്കാത്ത അപ്പോസ്തല പ്രവൃത്തികളെ കാണാത്ത ഉപദേശങ്ങൾ എഴുതി വെക്കാത്ത വേണ്ടാധീനങ്ങൾ കാണിച്ചു കൂട്ടി സഭയെ അതേ ആ നിലവാരത്തിൽ എത്തിക്കാൻ നോക്കിയാൽ മുതൽ മുടക്കിയവൻ സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ രക്തം ചെന്ന് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളെ ആത്മാവിൽ ആരാധിക്കും ദൈവസഭയെ ആത്മനിയോഗത്തിന്റെ ശക്തിയിൽ സഭ മുന്നേറുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുന്നു. അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ആ നിലയിലോട്ട് നമ്മുടെ സഭ അതിന്റെ നിലയിൽ ഉയർന്നു വരണം. അതുകൊണ്ട് മത്സരം കൊള്ളുകയിൽ എന്തൊക്കെയാ മത്സരത്തിലെ ഉപപോയിന്റുകളായി കേട്ടത് ഒന്ന് വായിച്ചേ കുഞ്ഞെ. അവൾ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല. സഭയോട് പറയുക, അവൾ വാക്ക് വചനം കേട്ട് അനുസരിച്ചില്ല. കേൾക്കാഞ്ഞല്ല, അനുസരിക്കാഞ്ഞ. അടുത്തത് പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല. ദൈവദാസന്മാരിടയ്ക്കിടെ തരുന്ന പ്രബോധനങ്ങളൊന്നും സാധാരണ കൈക്കൊള്ളുകയില്ല. പിന്നെ അവരെ പ്രബോധിപ്പിച്ച് ഇരുത്താനുള്ള പ്രബോധനമാണ് ഇപ്പൊ കൈയിരിക്കുന്നത് കേട്ടോ. അതങ്ങ് അവസാനിപ്പിക്കണം കേട്ടോ. പ്രബോധനം കൈക്കൊള്ളണം, ഏറ്റെടുക്കണം. അടുത്ത വാക്ക് യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന പദ്ധതിയിൽ ഇപ്പൊ അതിന്റെ ആവശ്യവുമില്ല. കാശും ബുദ്ധനും ധനവും എല്ലാം മനസ്സുപോലെ ഉണ്ടല്ലോ. എന്താ ആശ്രയിക്കാന്? അവേലിക്കര ജംഗ്ഷനിലൊരു പാലമൂട്ടിൽ അമ്മച്ചിയുണ്ട്. ഭക്തിയുള്ള അമ്മച്ചിയെ വൈകിട്ട് വന്നിരുന്ന് പാട്ട് പാടി ഞാനും കേട്ടിട്ടുണ്ട്. ആ ജംഗ്ഷനില്ല അമ്മച്ചി പാടും, നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല, ദൈവമല്ലോ നമ്മയല്ല. അപ്പം കുറച്ച് വികൃതി പിള്ളേർ പഠിക്കുന്നുണ്ട്. അമ്മച്ചി നാളെക്കുറിച്ച് എന്തിനാ ഭാരപ്പെടുന്നത്? 3000 നെല്ല് അറയ്ക്കകത്ത് വന്നു, 25,000 തേങ്ങ കൂമ്പാരമായി മിറ്റത്ത് കിടപ്പുണ്ട്, പിന്നെ പണവും സ്വത്തും എല്ലാം ഉണ്ട്. എന്തിനമ്മച്ചി നാളെ കുറിച്ച് ഭാരപ്പെടുന്നു? അമ്മച്ചി ആത്മാർത്ഥമായിട്ട് പാടിയാലും പിള്ളേർക്ക് തോന്നുന്നത് ഈ പാട്ടിനകത്ത് ഇതെല്ലാം ഉണ്ട്, പിന്നെ വലിയ ആവശ്യം എന്തുവാ?
എല്ലാം ഉണ്ട് കേട്ടോ, സമൃദ്ധിയാ, സുഖമാ. അതുകൊണ്ട് ആരും ചോദിക്കാനില്ല. എന്നോ കാണിച്ചാലും പാവപ്പെട്ട ഉപദേശിമാർ മിണ്ടാതിരുന്നോളും. മിണ്ടിപ്പോയെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ കാറ്റിപ്പറന്ന് പോകും, പോലങ്ങ് പോകും. അത് നിങ്ങൾക്ക് പേടിയുണ്ട്. സ്വത്രം സ്വത്രം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ആ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല, പിന്നെ യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, ദൈവത്തോട് അടുത്ത് വരുന്ന പദ്ധതിയില്ല. ഒന്ന് ഓർത്ത് നോക്കി. പാർട്ടിക്കാരോടും മന്ത്രിമാരോടും രാഷ്ട്രീയക്കാരോടും മഹാന്മാരോടും നേകന്മാരോടും പണക്കാരോടും ഒക്കെ അടുത്തടുത്തേക്ക് നിൽക്കുക ചങ്ങാത്തവും കൊടുത്ത്. ദൈവത്തോടടുത്ത് വരുന്ന പരിപാടിയില്ല, പദ്ധതിയില്ല. നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി നിന്ന മണിക്കൂറുള്ളോ അതോ ചങ്ങാത്തത്തിനടുക്കാണോ? ഒന്ന് ആലോചിക്കാൻ, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ, അല്ലാതെ പോകാൻ വഴിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈവരുത്തി സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് തന്റെ ജനത്തിന് അത്യന്താപേക്ഷിതം. പിന്നെ ആ വാക്കുകൾ വായിച്ചാലും പ്രബോധനം കൈക്കൊണ്ടില്ല, ദൈവത്തിൽ ആശ്രയിച്ചില്ല, ദൈവത്തോട് അടുത്ത് വന്നിട്ടില്ല. അതിനകത്ത് അതിന്റെ വേണ്ട കുഞ്ഞെ, അത് പിന്നെ അവർ വായിച്ചോളും. ഇതിനകത്ത് കുഴപ്പങ്ങളൊക്കെ പിന്നെ താഴോട്ടങ്ങ് പറയുക. 5 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ കുഴപ്പങ്ങൾ എവിടെ കണ്ടാലും മത്സരവും മലിനതയുമുള്ള ഗ്രഹത്തിന് അയ്യോ കഷ്ടം എന്ന് തന്നെയാ വിളിച്ചു പറഞ്ഞു. സമയത്തിന്റെ പരിമിതി എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കാനും പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മടങ്ങി വരവിൻ്റെ കാലം ആമാന്തിച്ചിരിക്കുകയാണ്. താൽക്കാലിക ലോകസുഖങ്ങളോ അതിൻ്റെ ഭോഗങ്ങളോ അതിൻ്റെ ശക്തികളോ അതിൻ്റെ പരിപാടികളോ പലതും പലർക്കും കാണും. ഇത് മുഴുവൻ വിട്ടൊഴിഞ്ഞ് ദൈവശക്തിയാൽ ദൈവവചനം ഏറ്റെടുത്ത് ദൈവകൃപയ്ക്കൊത്തവണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വസ്തരെന്ന് കാണപ്പെടുവാൻ നല്ല ദാസനെ നല്ല ദാസിയെ എന്നുള്ള ദൈവവിളി കേട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇസ്രായേലേ, മടങ്ങി വരികയാണെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. അല്ലെങ്കിൽ പിന്നെ അടുത്ത അധ്യായത്തിൽ ദൈവം ചെയ്യുന്ന പരിപാടികൾ അത് വളരെ ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നമ്മളാരും തിന്മയിലേക്ക് പോകുന്നവരല്ല, നന്മയുടെ വഴികളിൽ യാത്ര ചെയ്ത് ദൈവകൃപയ്ക്കൊത്തവണ്ണം തിരുസന്നിധിയിൽ നല്ല ദാസനെ നല്ല വിളി കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.